ശബരിമല വാർത്തകളിലേക്ക് തന്നെയാണ്. ശബരിമല ട്രാക്ടർ അപകടത്തിൽ ഡ്രൈവർക്കെതിരെ ലെവൽ കേസെടുത്തിട്ടുണ്ട്. അപകടമുണ്ടാക്കും വിധം വാഹനം ഓടിച്ചെന്നാണ് എഫ്ഐആർ. സന്നിധാനം പോലീസാണ് കേസെടുത്തത്. അപകടത്തിൽ പരിക്കേറ്റ ഇടുക്കി സ്വദേശി രാധാകൃഷ്ണന്റെ പരാതിയിലാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, പറയൂ. രോഹിണി, ഇന്നലെ വൈകിട്ട് 6:10 അപകടം ഉണ്ടായത്. ഉദാസീനമായി വാഹനം ഓടിച്ചു, അപകടകരമായ രീതിയിൽ ഭക്തജനങ്ങൾക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി തുടങ്ങിയ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ വാഹനം ഓടിച്ചതിലുള്ള ഗുരുതരമായ പിഴവ് ഡ്രൈവർക്കെതിരെ കുറ്റമായിട്ട് ചുമത്തിക്കൊണ്ടാണ് സന്നിധാനം പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഡ്രൈവറെ ചോദ്യം ചെയ്തിട്ടുണ്ട്, മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ മഴയുള്ള കാലാവസ്ഥയായിരുന്നു സന്നിധാനത്ത്. ഇതിനിടയിലാണ് സന്നിധാനത്തേക്ക് സ്വാമിയപ്പൻ റോഡിൽ കൂടി കടന്നു വന്ന ട്രാക്ടർ ഭക്തജനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയത്. ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 8 ഭക്തർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. മലയാളിയായിട്ടുള്ള ഇടുക്കി സ്വദേശി രാധാകൃഷ്ണൻ, ഒപ്പം തമിഴ്നാട് വില്ലുപുരം സ്വദേശി ആയിട്ടുള്ള വീരമണി, ഈ 2 പേരുടെ പരിക്കാണ് ഗുരുതരമായിട്ടുള്ളത്. മറ്റുള്ളവർ 5 ആന്ധ്ര സ്വദേശികളാണ്, 2 തമിഴ്നാട് സ്വദേശികൾ, 1 മലയാളി. ഇങ്ങനെ 8 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഗുരുതര പരിക്കേറ്റ രാധാകൃഷ്ണൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീരമണി കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. മറ്റ് 5 തീർത്ഥാടകർ ആന്ധ്ര സ്വദേശികൾ ഇന്നലെ പ്രാഥമിക ചികിത്സ പൂർത്തിയാക്കി ആന്ധ്രയിലേക്ക് തിരികെ മടങ്ങിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഈ 2 പേർക്കാണ് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ രാധാകൃഷ്ണന്റെ പരാതിയിലാണ് ഇപ്പോൾ സന്നിധാനം പോലീസ് കേസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. രാധാകൃഷ്ണന്റെ നട്ടെല്ലിനും ഇടുപ്പലിനും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട്, അതായത് വാഹനം കൈകാര്യം ചെയ്യുന്നതിലുള്ള അശ്രദ്ധ, മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചു, ഈ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ ഇപ്പോൾ സന്നിധാനം പോലീസ് കേസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. രോഹിണി. ശരി മിഥുൻ.